നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് ഓപ്പൺ ഫെസ്റ്റിവലായ ബാലി യാത്ര ഒഡീഷയിലെ കട്ടക്കിൽ നടക്കുന്നു. തൊട്ടു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാലി യാത്രേൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് തുടങ്ങുന്നതെന്ന് മറ്റ് ആ ഒരു ദിവസമാണ് ഇത്. എല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങൾ ആദ്യം തന്നെ എത്തിപ്പെട്ടത് ഫുഡിലേക്കാണ്. ഈ ഒരു സാധനത്തിന് എന്തായിരുന്നു പറയുക, റോളൈസ് എന്നാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലേ. ഇവിടെ ഇതിന് 30 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ ഫുഡൊക്കെ വളരെ ചീപ്പാണ്. ഇനി നമുക്ക് അടുത്ത ഫുഡിലേക്ക് കിടക്കാം. കുറേ ദിവസമായി ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച സാധനമായിരിക്കും ഇതെന്ന്. കഴിച്ചു നോക്കിയപ്പോൾ അതെ, ഞാൻ വിചാരിച്ച അതേ സാധനമാണ്. ഇതിന് 20 രൂപ കേട്ടോ. ഇതൊരു സ്വീറ്റ് ആണ് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട്, പുറത്ത് ചെറിയൊരു ക്രിസ്പിയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു സ്വീറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, പേട അങ്ങനെ എന്തോന്ന് അയാൾ പറഞ്ഞത്. അതും കഴിച്ചു കഴിഞ്ഞ് അടുത്തത് ഞാൻ നേരെ പോയത് ഈ ഒരു സാധനം കഴിക്കാനാണ്. ഇതൊരു പുഡിങ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതും ഒരു സ്വീറ്റ് ആയിട്ടാണ്. ആ കാണുന്ന ആ വട്ടത്തിലുള്ള സാധനം കട്ട് ചെയ്താണ് നമുക്ക് ഇങ്ങനെ ആക്കി തരുന്നത്. ഇതിനും 20 രൂപയുള്ളൂ ഗൈസ്. നമ്മളെ നാട്ടിൽ ഇതുപോലെ ഫുഡിനൊക്കെ പൈസ കുറവായിരുന്നു. എന്തു സുഖമായിരുന്നു അല്ലേ. എന്തെല്ലാം ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. റോസ് പഞ്ഞി മിഠായി നാട്ടിൽ കൂടെ കൊണ്ടാടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പച്ചയും നീലയും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അതിൻ്റെ പിറകെ കുറച്ച് ഓടിയെങ്കിൽ അയാൾ അപ്പോഴത്തേക്കും നടന്നുപോയി. അതുകൊണ്ട് അത് കിട്ടിയില്ല. അടുത്ത ദിവസം ട്രൈ ചെയ്യാലോ. ആ ഒരു വിഷമത്തിൽ ഞാൻ ചൂടോടുകൂടി കുറച്ച് ജിലേബി വാങ്ങി കഴിച്ചു. ഇതിനും വെറും 20 രൂപയുള്ളൂ ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കലിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ കുറച്ച് വളമാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ പോയി. ഇവിടെ അത്യാവശ്യം പൈസ എന്ന് പറഞ്ഞാൽ ഇതിന് 200 രൂപയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് ഇനിയും എത്രയോ കുറഞ്ഞ് കിട്ടും. പിന്നെ ഈ ഒരു ലെഹങ്ക ഇതിനൊക്കെ 3500 പ്രൈസ് പറഞ്ഞത്. ഇതും നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല 1000-1500 കിട്ടും. ഇനി നമുക്ക് ബാക്ക് ടു ഫുഡ് അടിയിലേക്ക് പോകാം. കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ മീറ്റ പാൻ കണ്ട്. ഇതൊന്ന് വാങ്ങി, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് എന്തോ ഇത് കഴിക്കാൻ അത്ര ഒരു മനസ്സ് വന്നില്ല. ഇത്രയും സാധനമൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കും. ഈ കാണുന്നതാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല, ചെറുപയർ, അതുപോലെ ചോളം. ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ടെങ്കിൽ തരും. അതിൻ്റെ പച്ചമണം എനിക്ക് പിടിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മസാലയൊക്കെ ഇട്ടതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒഡീഷയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ.